ഈ സെഷൻ മുതൽ നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു മെട്രിക്സിൻ്റെ. അപ്പോൾ പ്രോബ്ലം സെഷൻസ് നോക്കുന്നതിന് മുമ്പ് ആ തിയറി സെക്ഷൻസ് എല്ലാം നല്ലപോലെ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം പ്രോബ്ലം സെഷൻസ് നോക്കാനായിട്ട്. ആദ്യമേ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം. ഞാനിത് ഇപ്പോൾ ഒരുവിധം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തു പോകത്തുള്ളൂ. ഈസി എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടും. IIT JEE പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യമേ കുറേ പ്രോബ്ലം സെഷൻസ് നോക്കാം. അതിനുശേഷം ഫൈനലി നമ്മൾ പ്രീവിയസ് ഇയർ IIT JEE ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം സിംഗിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 4 ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട്. Okay, problem number 1. A is a square matrix of order 2 such that A into 1 minus 1 is equal to minus 1 2 and A squared into 1 minus 1 is 1 0. Then sum of the elements of A and product of the elements of A are S and P respectively. Then S plus P is equal to. അപ്പോൾ A ഒരു 2x2 മെട്രിക്സ് ആണ്. സോ A ആരാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സപ്പോസ് A ഈസ് ഈക്വൽ ടു ABCD എന്ന് പറഞ്ഞെടുക്കാം. ഇതാണ് നമ്മുടെ മെട്രിക്സ് A. എങ്കിൽ എസും പിയും എന്താണ്? എസ് എന്ന് പറയുന്നത് സം ഓഫ് എൻട്രീസ് ഓഫ് എയുടെ എൻട്രീസിൻ്റെ സമ്മാണ്. സോ എസ് ഇസ് A പ്ലസ് B പ്ലസ് C പ്ലസ് D ആൻഡ് P ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് എൻട്രീസ് ഓഫ് A, ദറ്റ് ഈസ് ABCD. ഓക്കെ, ഇനി നമ്മൾ എസും പിയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ABCD എന്ന് പറയുന്ന 4 നമ്പേഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എയെക്കുറിച്ച് ആദ്യമേ തന്നിരിക്കുന്ന ക്ലൂ A ഇൻറ്റു 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 2 ആണ്. അപ്പോൾ നമുക്കത് ആദ്യം യൂസ് ചെയ്യാം. A ഇൻറ്റു 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 2 വിച്ച് ഇംപ്ലൈസ് A ഈസ് ABCD ഇൻറ്റു 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, that is A minus B, second row into first column, that is C minus D, and that is equal to minus 1 2. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. A minus B is equal to minus 1 and C minus D is equal to 2. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. അപ്പം നമുക്ക് എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനേ ഉള്ളൂ, സിയും ഡിയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു റിലേഷൻ കൂടെ വേണം. അതിന് നമുക്ക് രണ്ടാമത്തെ കാര്യം യൂസ് ചെയ്യാം. അപ്പോൾ A സ്ക്വയർഡ് ഇൻറ്റു 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 0. അപ്പോൾ ഇവിടെ എനിക്ക് A സ്ക്വയർഡ് വേണം. ഓൾറെഡി A ഒരു വേരിയബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ വേരിയബിൾ മെട്രിക്സിനടുത്ത് ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എൻട്രീസിനകത്ത് സ്ക്വയേഴ്സ് വരും, കോംപ്ലിക്കേറ്റഡ് ആയി പോകും. പിന്നീട് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ A സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ല ഐഡിയ അല്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഐഡിയാസ് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ A ഇൻറ്റു 1 മൈനസ് 1 ആണ്. ഇവിടെയും A സ്ക്വയർ ഇൻറ്റു സെയിം വെക്ടർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും 1 മൈനസ് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. A സ്ക്വയർഡ് എന്ന് പറയുന്നത് A ഇൻറ്റു 1 മൈനസ് 1 is equal to 1 0. ഓൾറെഡി A ഇൻറ്റു 1 മൈനസ് 1 നമുക്ക് എന്താണെന്ന് അറിയാം. A ഇൻറ്റു 1 മൈനസ് 1 is മൈനസ് 1 2. അപ്പോൾ അതിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A ഇൻറ്റു മൈനസ് 1 2 becomes 1 0. ഓക്കെ, ഇനി എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ABCD ഇൻറ്റു മൈനസ് 1 2 is equal to 1 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ മൈനസ് A പ്ലസ് 2B, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൈനസ് C പ്ലസ് 2D is equal to, this is equal to 1 and this is equal to 0. ഇപ്പോൾ എയും ബിയും കണക്ട് ചെയ്യുന്ന 2 റിലേഷൻസ് ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് റിലേഷൻ ഇസ് A മൈനസ് B is equal to മൈനസ് 1 ആൻഡ് മൈനസ് A പ്ലസ് 2B is equal to 1. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, ഇത് ക്യാൻസലായി പോകും ആൻഡ് B is equal to 0 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ A മൈനസ് 0 is equal to മൈനസ് 1, നമുക്ക് എയുടെ വാല്യൂ മൈനസ് 1 എന്ന് കിട്ടും. ഇനി എഗെയിൻ നമുക്ക് അടുത്ത 2 റിലേഷൻ എടുക്കാം. C മൈനസ് D is equal to 2 ആൻഡ് മൈനസ് C പ്ലസ് 2D is equal to 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, C ക്യാൻസലായി പോവും ആൻഡ് D is equal to
2 എന്ന് കിട്ടും. ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സി മൈനസ് 2 ഇസ് ഈക്വൽ ടു 2. സോ സി ഇസ് ഈക്വൽ ടു 4. അപ്പോൾ സി എ ബി സി ഡി 4 പേരുടെ വാല്യൂസുമായി എ ഇസ് -1, ബി ഇസ് 0, സി ഇസ് 4 ആൻഡ് ഡി ഇസ് 2. സോ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ആൻഡ് പി ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. സോ -1 ഇൻറ്റു 0 ഇൻറ്റു 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ദെർഫോർ എസ് പ്ലസ് പി ഇസ് ഈക്വൽ ടു 5. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി 5. ഓക്കെ, പ്രോബ്ലം 2. പി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, പി ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. പി ഓർത്തോഗണൽ മെട്രിക്സ് ആണ് എങ്കിൽ പി ട്രാൻസ്പോസ് പി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. പി ട്രാൻസ്പോസ് ആയാലും പി ട്രാൻസ്പോസ് പി ആയാലും ബോത്ത് വിൽ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു പി എ പി ട്രാൻസ്പോസ്. Q is equal to PA P transpose. B is equal to P transpose Q raised to 1000 P. Then B inverse calculate ചെയ്യണം. അപ്പോൾ A is an involuntary matrix. അപ്പോൾ A ഒരു ഇൻവോളണ്ടറി മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് A സ്ക്വയർഡ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. A ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ Q is equal to P A P transpose എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ എ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. മോർ ഓവർ എ ഇൻവോളണ്ടറി മെട്രിക്സ് ആണെന്നും എനിക്കറിയാം. അപ്പോൾ ആദ്യമേ ഞാൻ എ ഐഡൻറ്റിഫൈ ചെയ്യാം. എ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ പി ട്രാൻസ്പോസ് ഇവിടെ നിന്ന് പോകണം. പി ട്രാൻസ്പോസ് ഇവിടെ നിന്ന് കളയാനായിട്ട് എളുപ്പമാണ്. കാരണം പി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. പി ട്രാൻസ്പോസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി പോകും. അപ്പോൾ ഈ പി പോകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പി ട്രാൻസ്പോസ് വന്നാൽ മതി. ഈ പി ട്രാൻസ്പോസ് പോകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പി വന്നാൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ പി ട്രാൻസ്പോസും റൈറ്റ് സൈഡിൽ പിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പി ട്രാൻസ്പോസും റൈറ്റ് സൈഡിൽ പിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ പി ട്രാൻസ്പോസ് പി എ പി ട്രാൻസ്പോസ്, റൈറ്റിലൊരു പി. അപ്പോൾ പി ട്രാൻസ്പോസ് പിയും പി ട്രാൻസ്പോസ് പിയും രണ്ടും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി പോവും. സോ ഇറ്റ് വിൽ ബി പി ട്രാൻസ്പോസ് ക്യൂ പി ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ഐഡൻറ്റിറ്റി ആകുന്നതുകൊണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് എ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഏത് മെട്രിക്സിനൂടെ മൾട്ടിപ്ലൈ ചെയ്താലും വി വിൽ ഗെറ്റ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എ ഈസ് പി ട്രാൻസ്പോസ് ക്യൂ പി. ഇനി ഗിവൺ ദാറ്റ് എ ഈസ് ആൻ ഇൻവോളണ്ടറി മെട്രിക്സ്. എ ഇൻവോളണ്ടറി മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ വിൽ ബി പി ട്രാൻസ്പോസ് ക്യൂ പി ഇൻറ്റു അഗെയിൻ പി ട്രാൻസ്പോസ് ക്യൂ പി. എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പി ട്രാൻസ്പോസ് ഒരുമിച്ച് വരും. അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി പോകുന്നതുകൊണ്ട് ഈ ക്യൂ രണ്ടും കൂടെ മൾട്ടിപ്ലൈഡ് ആയി ക്യൂ സ്ക്വയർഡ് ആകും. ഇത് പി ട്രാൻസ്പോസ് ക്യൂ സ്ക്വയർഡ് പി എന്ന് വരും, എ സ്ക്വയർഡ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്, കാരണം എ സ്ക്വയർഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇനി ഇത് ഞാൻ വീണ്ടും എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും ഈ പി ട്രാൻസ്പോസ് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് അതങ്ങ് ക്യാൻസലായി പോവും. ഈ ക്യൂയുടെ ടേംസ് എല്ലാം മൾട്ടിപ്ലൈഡ് ആവുകയും ചെയ്യും. എനിക്കിവിടെ ക്യൂ റൈസ് ടു 1000 ആണ് വേണ്ടത്. ഇവിടെ ഇപ്പം ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ ഞാനൊരു 500 തവണ ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്യൂ സ്ക്വയർ എല്ലാം അടുപ്പിച്ച് വന്ന് ക്യൂ റൈസ് ടു 1000 ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ 500 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ പി ട്രാൻസ്പോസ് ക്യൂ സ്ക്വയർഡ് പി, അഗെയിൻ പി ട്രാൻസ്പോസ് ക്യൂ സ്ക്വയർഡ് പി, എക്സെട്ര ഇങ്ങനെ ഒരു 500 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. പി ട്രാൻസ്പോസ് ക്യൂ സ്ക്വയർഡ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. അപ്പോൾ ഐ 500 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് വിൽ ബി ഐ റേസ് ടു 500 ഈക്വൽ ടു. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പി ട്രാൻസ്പോസ് ഐ ആകും. അടുത്ത വീണ്ടും ഇവിടെ പി ട്രാൻസ്പോസ് ക്യൂ സ്ക്വയർഡ് പി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പി ട്രാൻസ്പോസ് പോവും. അങ്ങനെ എല്ലാ പി ട്രാൻസ്പോസുകളും ഇടയിൽ നിന്ന് പോയിട്ട് ക്യൂ സ്ക്വയർ എക്സെട്ര 500 ക്യൂ സ്ക്വയർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ക്യൂ റൈസ് ടു 1000 കിട്ടുകയും ചെയ്യും. സോ പി ട്രാൻസ്പോസ് ക്യൂ റൈസ് ടു 1000 പി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് റൈസ് ടു 1000 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതുമാത്രമല്ല ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ വി ഗെറ്റ് ബി ഈസ് ആൻ
ഐഡൻറ്റിറ്റി മെട്രിക്സ്. ക്വസ്റ്റ്യൻ ബിയുടെ ഇൻവേഴ്സ് എന്താണെന്നാണ്. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് അല്ലേ. ഡയഗണൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡയഗണലിലുള്ള എൻട്രീസിനെ റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ ഡയഗണലിലുള്ള എല്ലാ എൻട്രീസും 1 തന്നെയാണ്, അവരുടെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ബി ഇൻവേഴ്സും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി, ഐഡൻറ്റിറ്റി മെട്രിക്സിനെ എന്ത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി കിട്ടുന്നത് നോക്കുക. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ വീണ്ടും ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്. അതുകൊണ്ട് ഇൻവേഴ്സ് ഓഫ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ബി ഇൻവേഴ്സ് ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. Problem number 3. A is a diagonal matrix of order 3 by 3 and is commutative with every square matrix of order 3 by 3. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാധാരണ കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്നുണ്ട് എ ഒരു 3/3 ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷേ എക്ക് ഒരു പ്രത്യേകത പറയുന്നുണ്ട്, എ എല്ലാ 3/3 സ്ക്വയർ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സ് എല്ലാവരുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കുറച്ച് പേരുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, ചിലപ്പോൾ കുറച്ച് പേരുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യാതിരിക്കും. പക്ഷേ ചില മെട്രിക്സുകളുണ്ട് എല്ലാവരുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന. ഉദാഹരണത്തിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് എല്ലാ മെട്രിക്സുകളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. ഇനി ഒരു മെട്രിക്സ് എല്ലാ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്തു എന്ന് വെച്ച് അത് തിരിച്ച് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകണമെന്നില്ല. ആ മെട്രിക്സ് ഒരു സ്കെയിലാർ മെട്രിക്സ് ആയിരിക്കും. സ്കെയിലാർ മെട്രിക്സുകൾ മാത്രമാണ് എല്ലാ മെട്രിക്സുകളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത്. തിരിച്ചു പറയാം, ഒരു മെട്രിക്സ് എല്ലാ മെട്രിക്സുകളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമെങ്കിൽ ആ മെട്രിക്സ് ഉറപ്പായിട്ടും സ്കെയിലാർ മെട്രിക്സ് ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ എ ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എ ഇസ് എ മെട്രിക്സ് വിച്ച് കമ്മ്യൂട്ട് വിത്ത് എവരി സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ആണ് എങ്കിൽ നമുക്ക് എയെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്യാം, എ ഇസ് എ സ്കെയിലാർ മെട്രിക്സ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം സ്കെയിലാർ മെട്രിക്സ് ആണ് എല്ലാ മെട്രിക്സുകളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എ ഡയഗണൽ മെട്രിക്സ് ആണെന്ന് തന്നിട്ടില്ല എങ്കിലും നമ്മളുടെ കൺക്ലൂഷൻ എ ഇസ് എ സ്കെയിലാർ മെട്രിക്സ് എന്നാണ്. അപ്പോൾ എ ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സ് മീൻസ് ഡയഗണലിലുള്ള എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും. ഡയഗണലിലുള്ള എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും. 3/3 ആണ് സൈസ്, ബാക്കി എല്ലാ എൻട്രീസും 0 ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ട്രേസ് ഓഫ് എ തന്നിട്ടുണ്ട്. ട്രേസ് ഓഫ് എ മീൻസ് സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ. സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് x + x + x 3x. 3x is equal to 12. So x is equal to 4. Therefore A is the matrix 4 0 0 0 4 0 0 0 4. Question, what is determinant of A എന്നാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇനിയിപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിറ്റർമിനൻ്റ് ഓഫ് എ മീൻസ് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് 4 × 4 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിൻ്റാണ്. ഒരു മെട്രിക്സ് എല്ലാ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമെങ്കിൽ അതിനർത്ഥം അതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. പ്രോബ്ലം 4. എ ഇസ് എ 4/4 മെട്രിക്സ് ആണ് ആൻഡ് സച്ച് ദാറ്റ് Aij is equal to 2, I equal to j. നമുക്കറിയാം I equal to j ആകുന്നത് ഡയഗണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഡയഗണൽ എൻട്രീസ് എല്ലാം 2ഉം ബാക്കി എല്ലാ എൻട്രീസും 0. അപ്പോൾ അതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. എ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. A is equal to 4/4 മെട്രിക്സ് ആണ്. ഡയഗണൽ എല്ലാം 2 ആണ്. അപ്പോൾ 0 2 0 0 0 0 2 0 0 0 0 2. അപ്പോൾ ഇതാണ് എ. ദെൻ വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് adjoint of a by 7? അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വെർ ദിസ് റെപ്രസെൻറ്റ്സ് ദി ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദി ഫംഗ്ഷൻ. ആദ്യമേ എന്താണ് നമുക്ക് ഈ ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് മീൻസ് അതിനകത്ത് വരുന്ന ഡെസിമൽ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2.15 എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഡെസിമൽ പാർട്ട്. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് മാറിക്കഴിയുമ്പോൾ ദിസ് ഇസ് ഇൻറ്റീജർ പ്ലസ് 0.15. അപ്പോൾ ഈ ഇൻറ്റീജർ പാർട്ട് കംപ്ലീറ്റ്ലി മാറിക്കഴിയുമ്പോൾ ബാക്കി വരുന്ന പോർഷൻ എന്താണോ അതായിരിക്കും അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട്. സോ ഫ്രാക്ഷണൽ പാർട്ട് 0.17. ഇനി ഇത് ഫ്രാക്ഷനിലായിരുന്നു എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ 9/2യുടെ ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ 9/2ൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്നും കംപ്ലീറ്റ്ലി ഇൻറ്റീജേഴ്സ് നമ്മൾ മാറ്റണം. അപ്പോൾ ഇതിൽ നിന്നും കംപ്ലീറ്റ്ലി ഇൻറ്റീജേഴ്സ് മാറ്റാനായിട്ട് ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് 4 and 1/2. So that is equal to 4 plus a proper fraction, that is 1/2. അപ്പോൾ 4 plus a proper fraction വന്നു കഴിഞ്ഞാൽ 4 ഇൻറ്റീജർ പാർട്ടാണ്, അതങ്ങ് പോയിട്ട് ബാക്കിയുള്ള ഈ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും
അതിൻ്റെ വാല്യൂ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2. അപ്പോൾ ഡെസിമൽ ആണെങ്കിൽ നമുക്കിതുപോലെ ഇവാലുവേറ്റ് ചെയ്യാം, ഫ്രാക്ഷൻ ആണെങ്കിലും നമുക്കിതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ 7ൻ്റെ ഫ്രാക്ഷണൽ പാർട്ടാണ് വേണ്ടത്. ആദ്യമേ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്താണെന്ന് നോക്കാം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇത് നമ്മളൊരു റിസൾട്ടിൽ പഠിച്ചതാണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ റൈസ് ടു n-1 ദ ഹോൾ സ്ക്വയർ വെയർ n is the order of the matrix. So that is equal to determinant of a raised to n-1. n ഓർഡർ ആണ്, n 4 ആണ് ഇവിടെ. അപ്പോൾ 4 - 1 3 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എ റൈസ് ടു 9. വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് എ? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ എയുടെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഡയഗണൽ എൻട്രീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2/4. സോ ദിസ് ഈസ് 2/4 ദ ഹോൾ റൈസ് ടു 9. ദാറ്റ് ഈസ് 2/36. 2/36 എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള നമ്പറാണ്. ഓക്കെ, എനിവേ നമുക്ക് വേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡ് ബൈ 7ൻ്റെ ഫ്രാക്ഷണൽ പാർട്ടാണ്. ദെയർഫോർ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2/36/7. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 2/36 വളരെ വലിയ നമ്പറാണ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് 7 കൊണ്ട് ഇതുപോലെ ഇംപ്രോപ്പർ ആക്കി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 7 വരുന്ന രീതിയിൽ ഇതിനെ എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. 7 വരുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് 2ൻ്റെ പവർ 7 വരില്ല, പക്ഷേ 2ൻ്റെ പവർ 7ൻ്റെ അടുത്ത് വരും. 8 7ൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 8 വരുന്ന രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. 8 is 2 cube. അപ്പോൾ 2 cube raised to 12 divided by 7. That is equal to 8 raised to 12 divided by 7. And that is equal to 8 raised to 12 എന്ന് പറയുന്നത് എന്താണ്? 8 can be written as 1 plus 7 the whole raised to 12 divided by 7. ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി a plus b the whole raised to n ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ a raised to n that is 1 raised to 12 plus nc1 12c1 1 raised to 11 into 7 raised to 1 പ്ലസ് അടുത്തത് 12c2 ആയിരിക്കും. 1ൻ്റെ പവർ ഒന്നുകൂടെ കുറയും, 10 ആകും. 7ൻ്റെ പവർ കൂടി പോയും 2 എക്സെട്ര. ലാസ്റ്റ് ടേം വിൽ ബി 12c12 1ൻ്റെ ടേം കാണില്ല ഇൻറ്റു 7 raised to ഫുൾ പവർ 12 വരും. സോ ദിസ് ഇസ് ദി എക്സ്പാൻഷൻ ഡിവൈഡഡ് ബൈ 7. ഇനി ഞാൻ ഈ 7 സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ ന്യൂമറേറ്ററിൽ ഒരു കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ടേം ഒഴികെ ബാക്കി എല്ലാ ടേമിനകത്തും 7 വരുന്നുണ്ട്. ഇതിനകത്ത് 7 ഉണ്ട്, ഇതിനകത്ത് 7 സ്ക്വയർ ഉണ്ട്, എക്സെട്ര. ഇതിനകത്ത് 7 raised to 12 ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 7 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം 1/7 ആയിരിക്കും വരുന്നത്, 1 raised to 7 ആയതുകൊണ്ട്. പ്ലസ് അടുത്ത ടേമിൽ 7 ക്യാൻസലായി പോകുന്നതുകൊണ്ട് അതൊരു ഫ്രാക്ഷൻ അല്ല, അതൊരു ഇൻറ്റീജർ ആയിട്ട് മാറും. എനിവേ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. പ്ലസ് അടുത്തതിനകത്ത് 7 ഉണ്ട്, അപ്പോൾ 7 ക്യാൻസലായി പോയിട്ട് അവിടെയും ഫ്രാക്ഷൻ അല്ല, അവിടെയും ഒരു ഇൻറ്റീജർ ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് എക്സെട്ര ബാക്കി എല്ലാത്തിലും 7 ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും ഇൻറ്റീജേഴ്സ് ആയിട്ടിരിക്കും. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതെന്ത് ഫോമില്ല? ദിസ് ഇസ് ആൻ ഇൻറ്റീജർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റീജർ കിട്ടും. ഇൻറ്റീജർ പ്ലസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. നമുക്കറിയാം ഇൻറ്റീജർ പ്ലസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് ആ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. സോ ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുമ്പോൾ ഇതൊരു ഇൻറ്റീജർ ആണ്, പ്ലസ് ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനുമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/7. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, 1/7. അപ്പം നമുക്കിത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. Problem 5. A is equal to 1 1 1 1 and determinant of a raised to n minus 1 is equal to 1 minus lambda raised to n. N is a natural number, then the value of lambda is. Okay, നമുക്ക് a തന്നിട്ടുണ്ട്. A is 1 1 1 1. നമുക്ക് a raised to n minus 1ൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. a raised to n മൈനസ് ആയിട്ട് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് a raised to n കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് നമുക്ക് a സ്ക്വയർഡ് നോക്കാം. a സ്ക്വയർഡ് വിൽ ബി a ഇൻറ്റു a, ദാറ്റ് ഈസ് 1 1 1 1 ഇൻറ്റു 1 1 1 1. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് വിൽ ബി 2 2 2 2. ഓക്കെ, അഗെയിൻ വാട്ട് ഈസ് a ക്യൂബ്? a ക്യൂബ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് ദാറ്റ് a ക്യൂബ് വിൽ ബി a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ 2 2 2 2 ഇൻറ്റു a എന്ന് പറയുന്നത് 1 1 1 1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 + 2 4 4 4 4 എന്ന് വരും.
again a raised to 4 എടുത്താലോ that will be a cube into a cube 4444 ആണ് into a is 1111 that is equal to ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 4 + 4 8 വരും. സോ 8888 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ എയുടെ പവേഴ്സിനകത്തെല്ലാം വരുന്നത് 2യുടെ പവേഴ്സാണ്. എ റൈസ് ടു 4 വന്നപ്പോൾ 2 ക്യൂബ് വന്നു. അപ്പോൾ എ റൈസ് ടു 5 വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം 16 ആയിരിക്കും ആവുന്നത്. 16 ദാറ്റ് ഈസ് 2 റൈസ് ടു 4 2 റൈസ് ടു 4 2 റൈസ് ടു 4 2 റൈസ് ടു 4. എ റൈസ് ടു 5 വന്നപ്പം എല്ലാം 2 റൈസ് ടു 4 ആണ്. എ റൈസ് ടു 6 വരുമ്പോൾ എല്ലാം 2 റൈസ് ടു 5 ആയിരിക്കും. അപ്പോൾ ജനറലി എ റൈസ് ടു എൻ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം 2 റൈസ് ടു n - 1 ആയിരിക്കും. 2 റൈസ് ടു n - 1 2 റൈസ് ടു n - 1 2 റൈസ് ടു n - 1. സോ ദിസ് ഈസ് എ റൈസ് ടു n. നമുക്കിനി എ റൈസ് ടു n മൈനസ് ഐയുടെ ഡിറ്റർമിനൻ്റ് ആണ് വേണ്ടത്. സോ എ റൈസ് ടു n മൈനസ് ഐ ഇസ് ഈക്വൽ ടു 2 റൈസ് ടു n - 1 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 മൈനസ് 1001 and that is equal to 2 raised to n minus 1 minus 1 2 raised to n minus 1 2 raised to n minus 1 2 raised to n minus 1 minus 1. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് 1 മൈനസ് ലാംഡ റൈസ് ടു n. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. therefore ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു n മൈനസ് ഐ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 റൈസ് ടു n മൈനസ് 1 മൈനസ് 1 ഇൻറ്റു 2 റൈസ് ടു n മൈനസ് 1 minus 1 minus 2 raised to n minus 1 into 2 raised to n minus 1. Okay, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ടേം 2 raised to n minus 1 into 2 raised to n minus 1. അടുത്ത ടേം minus 2 raised to n minus 1 again minus 2 raised to n minus 1 plus 1 minus 2 raised to n minus 1 into 2 raised to n minus 1. ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സെയിം ആയതുകൊണ്ട് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈനിങ് വിൽ ബി 1 മൈനസ് 2 റൈസ് ടു n മൈനസ് 1 മൈനസ് 2 റൈസ് ടു n മൈനസ് 1 മീൻസ് 2 ടൈംസ് 2 റൈസ് ടു n മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഇത് 2 റൈസ് ടു 1 a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ദാറ്റ് ബിക്കംസ് 2 റൈസ് ടു n. സോ കമ്പയറിംഗ് വിത്ത് ദിസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു n മൈനസ് 1 ഐ എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ റൈസ് ടു n ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 മൈനസ് 2 റൈസ് ടു n ആണ് കിട്ടിയത്. സോ ക്ലിയർലി ലാംഡ ഇസ് ഈക്വൽ ടു 2. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. Problem 6. A is equal to 1 to 2 1 and f of x is equal to 1 plus x by 1 minus x then f of a equal to. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എ ഒരു ഇക്വേഷനകത്തോട്ട് ഒരു മെട്രിക്സ് ഇട്ട് കൊടുക്കണം. ഇക്വേഷനകത്തോട്ട് നമ്മളൊരു മെട്രിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ കോൺസ്റ്റൻറ്റ് ടേമുകളെല്ലാം ഐഡൻറ്റി മെട്രിക്സ് ആയിട്ട് മാറും. അതായത് ഇപ്പോൾ 2 ആണ് വരുന്നതെങ്കിൽ അത് 2i ആയിട്ട് മാറും, 3 ആണെങ്കിൽ 3i ആയിട്ട് മാറും, 1 ആണെങ്കിൽ i ആയിട്ട് മാറും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ബിക്കംസ് ഐഡൻറ്റി മെട്രിക്സ് ഐ പ്ലസ് എ ബൈ ഐ മൈനസ് എ. അപ്പോൾ ഐ പ്ലസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, ഐ മൈനസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ഓപ്പറേഷന് പകരമാണ് നമ്മൾ ഇൻവേഴ്സ് ഓപ്പറേഷൻ എടുക്കുന്നത്. സോ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഐ മൈനസ് എ ലെഫ്റ്റിൽ എഴുതുക. സോ ഐ മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് എ. ഓക്കെ, എനിക്ക് എഫ് ഓഫ് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ഐ മൈനസ് എ പോയാൽ മതി. ഐ മൈനസ് എ പോകണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് എടുത്ത് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് ലെഫ്റ്റിൽ വേണം മൾട്ടിപ്ലൈ, റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കലും. കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇവിടെ ലെഫ്റ്റിലും ഇവിടെ കൊണ്ട് റൈറ്റിലുമാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ ഐ മൈനസ് എയുടെ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഐ മൈനസ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഐ മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് എ. ഇവിടെ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെയും ഐ മൈനസ് എ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഐ മൈനസ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഐ പ്ലസ് എ. സോ ഇത് ഐഡൻറ്റി മെട്രിക്സ് ആയിട്ട് പോവും. സോ എഫ് ഓഫ് എ ബിക്കംസ് ഐ മൈനസ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഐ പ്ലസ് എ. ഓക്കെ, നമുക്കിനി ഐ മൈനസ് എയും ഐ പ്ലസ് എയും കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യമേ ഐ മൈനസ് എ. ഐ മൈനസ് എ ഇസ് ഈക്വൽ ടു 1001 മൈനസ് 1221. So that is equal to 1 minus 1 0 minus 2 minus 2
0. So this is I minus a. ഇനി നമുക്ക് I minus എയുടെ ഇൻവേഴ്സ് എടുക്കണം. I minus എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഇസ് 1 by determinant of A into adjoint of A. That is equal to I minus A inverse. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 1 by ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 മൈനസ് -2 into -2 is 4 into അഡ്ജോയിൻ്റ് ഓഫ് എ. ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എടുക്കാൻ എളുപ്പമാണ്. ഈ രണ്ട് എൻട്രീസും തിരിച്ചെഴുതുക. അപ്പോൾ 0 0 ഈ രണ്ട് എൻട്രീസിൻ്റെ സൈൻ മാറ്റുക. സോ 2 2. സോ ഇതായിരിക്കും ഇൻവേഴ്സ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1/4 into 0 2 2 0. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു I minus A inverse into I plus A. Okay, what is I plus A? I plus A will be I plus A, that is equal to 1 0 0 1 plus A is 1 2 2 1, that is equal to 2 2 2 2. So this is equal to I minus A, the whole inverse is -1/4 into 0 2 2 0 into 2 2 2 2. So that is equal to -1/4 into first row into first column chamber, it will be 4. First row into second column is 4. Second row into first column is 4. Second row into second column is also 4. So that is -1 -1 -1 -1. So this is f of a. So correct option is option C. Problem number 7. The number of solutions of the matrix equation x squared is equal to 1 1 2 3. എത്ര മെട്രിക്സുകളുടെ സ്ക്വയർ ആണ് 1 1 2 3 വരുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ 1 1 2 3 വരുന്ന എത്ര മെട്രിക്സുകളുണ്ട്? അങ്ങനത്തെ സ്ക്വയർ 1 1 2 3 വരുന്ന മെട്രിക്സുകളൊന്നുമില്ല. ഒരെണ്ണമുണ്ട്, രണ്ടെണ്ണമുണ്ട്, മോർ ദാൻ 2. ഓക്കെ, നമുക്ക് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് അറിയില്ല ആരാന്ന്. എക്സ് ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ലെറ്റ് us take x is equal to some ABCD. And given that x square is this matrix, so x squared is equal to ABCD into ABCD, that is equal to first row into first column chamber A squared plus BC, first row into second column chamber AB plus BD, second row into first column will be AC plus CD, second row into second column will be BC plus D squared, and that is equal to A squared plus BC. In the B common എടുത്തു കഴിഞ്ഞാൽ B into A plus D. In the C common എടുത്തു കഴിഞ്ഞാൽ C into A plus D, and this is BC plus D squared, and this is equal to 1 1 2 3. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസിൽ റിസൾട്ട് ചെയ്യും. A squared plus BC equal to 1, B into A plus D is equal to 1, C into A plus D is equal to 2, and BC plus D squared is equal to 3. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ എ ബി സി ഡിയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് നമുക്ക് ആദ്യമേ ഇക്വേഷൻ നമ്പർ 1 4 കൊടുക്കുക. രണ്ടിനകത്തും ബി സി ഉണ്ട്, ബി സി എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് കഴിഞ്ഞാൽ ബി സി ക്യാൻസലായി പോകും. ആൻഡ് ലെഫ്റ്റ് സൈഡ് വിൽ ബി ഡി സ്ക്വാഡ് മൈനസ് എ സ്ക്വാഡ്. ഡി സ്ക്വാഡ് മൈനസ് എ സ്ക്വാഡ് വിൽ ബി 3 മൈനസ് 1 2. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡി പ്ലസ് എ ഇൻറ്റു ഡി മൈനസ് എ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ഈ സെക്കൻഡും തേർഡും ഇക്വേഷൻ നോക്കുക. രണ്ടിനകത്ത് എ പ്ലസ് ബി കോമൺ ആയിട്ടുണ്ട്. ഞാനത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ഡി അങ്ങ് ക്യാൻസലായി പോകും. എ പ്ലസ് ഡി ക്യാൻസലായി പോയിട്ട് വി വിൽ ഗെറ്റ് ബി ബൈ സി ഇസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു 2b. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി ഇൻ ടേംസ് ഓഫ് ബി. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ ബി സി പ്ലസ് ഡി സ്ക്വാഡ് ഈക്വൽസ് 3. ഓക്കെ, ഓൾറെഡി ഞാൻ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് ബി. അതെനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബി ഇൻറ്റു സിക്ക് പകരം 2b ഇട്ട് കൊടുക്കാം പ്ലസ് ഡി സ്ക്വാഡ് ഇസ് ഈക്വൽ ടു 3. ഇനി ഡിയുടെ വാല്യൂ കൂടെ ഞാൻ ബിയുടെ ടേമിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇക്വേഷനകത്ത് ബി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എനിക്കത് സോൾവ് ചെയ്ത് ബിയുടെ വാല്യൂസ് എടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ മൊമെൻറ്റിൽ വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് ഇനി എനിക്ക് ഡിയുടെ വാല്യൂ കൂടെ എങ്ങനെ ബിയുടെ ടേംസിൽ
കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഡി പ്ലസ് എ ഇൻറ്റു ഡി മൈനസ് എ ഇസ് ഈക്വൽ ടു 2/2 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇക്വേഷൻ എടുക്കാം. ഡി പ്ലസ് എ ഇൻറ്റു d minus a is equal to 2. So what is d minus a? d minus a will be 2 by d plus a. പക്ഷേ d plus a യുടെ വാല്യൂ നമുക്കറിയാം. d plus a in terms of b നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. d plus a or a plus d is equal to 1 by b ആണ്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ. 2 by 1 by b that is equal to 2b. So d minus a is equal to 2b. അത് ബിയുടെ ടേമിൽ കിട്ടി. ഓൾസോ ഡി പ്ലസ് എയുടെ വാല്യൂ അറിയാം. ഡി പ്ലസ് എ ഈസ് ഈക്വൽ ടു ഫ്രം ഹിയർ ഡി പ്ലസ് എ ഈസ് ഈക്വൽ ടു 1 ബൈ ബി. സോ ദാറ്റ് ഈസ് 1 ബൈ ബി. ഇനി ഇത് ആഡ് ചെയ്താൽ എ ക്യാൻസൽ ആയി പോകും. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഡിയുടെ വാല്യൂ എനിക്ക് ഇൻ ടേംസ് ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആഡപ്പ് ചെയ്യാം. ഇത് ക്യാൻസൽ ആയി പോകും. 2d വിൽ ബി ഈക്വൽ ടു 2b പ്ലസ് 1 ബൈ ബി. സോ ഡി വിൽ ബി ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി പ്ലസ് 1 ബൈ 2b. ഓക്കെ, അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടി ഇൻ ടേംസ് ഓഫ് ബി. ഇനി നമുക്ക് ഈ ഡിയുടെ വാല്യൂ കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദിസ് ബിക്കംസ് 2b സ്ക്വയർഡ് പ്ലസ് ഇൻസ്റ്റെഡ് ഓഫ് ഡി ബി പ്ലസ് 1 ബൈ 2b ദ ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 3. മൾട്ടിപ്ലൈ ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2b സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2 ഇൻറ്റു ബി ഇൻറ്റു 1 ബൈ 2b plus 1 by 2b squared 1 by 4b squared is equal to 3. 2b squared plus b squared is 3b squared plus 1 plus 1 by 4b squared is equal to 3. So multiplying throughout by 4b squared, 12b squared plus 4b squared plus 1 is equal to 12b squared. So that is 12b squared minus 8b squared plus 1 is equal to 0. And നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6b squared minus 1 into 2b squared minus 1 equal to 0 എന്ന് വരും. That is b squared is equal to 1 by 6 and b squared equal to 1 by 2. Both are possible. b is equal to plus or minus 1 by root 6 and b is equal to plus or minus 1 by root 2. അപ്പോൾ ബിക്ക് 4 പോസിബിൾ വാല്യൂസ് വരുന്നുണ്ട്. ബിക്ക് 4 പോസിബിൾ വാല്യൂസ് വരുന്നത് കൊണ്ട് നമ്മളിനി ഇവിടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബിക്ക് 4 പോസിബിൾ വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഓരോ വാല്യൂസ് എടുക്കുക. ബിക്ക് ആദ്യം 1 ബൈ റൂട്ട് 6 എടുക്കുക, ബിക്ക് മൈനസ് 1 ബൈ റൂട്ട് 6 എടുക്കുക, ബിക്ക് 1 ബൈ റൂട്ട് 2 എടുക്കുക, ബിക്ക് മൈനസ് 1 ബൈ റൂട്ട് 2 എടുക്കുക. ബിക്ക് ഈ ഓരോ വാല്യൂസ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ബിക്ക് ഈ ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഇവിടെ നിന്നൊരു മെട്രിക്സ് കിട്ടും, ഇവിടെ നിന്നൊരു മെട്രിക്സ് കിട്ടും, ഇവിടെ നിന്നൊരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ദെയർഫോർ നമുക്ക് അറ്റ്ലീസ്റ്റ് 4 മെട്രിക്സസ് എങ്കിലും കിട്ടും. അത് മാത്രമല്ല ഈ 4 മെട്രിക്സുകളും ഡിഫറൻ്റ് ആണ്. കാരണം എല്ലാവരുടെയും ബി സ്ലോട്ടിൽ വരുന്ന വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ദെയർ വിൽ ബി 4 ഡിഫറെൻറ്റ് മെട്രിക്സ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് മോർ ദാൻ 2. Problem number 8. For a matrix A is equal to 1, 2r minus 1, 0, 1, then the value of pi r equal to 1 to 50, 1, 0, 2r minus 1, 1. നമുക്ക് ആദ്യമേ അത് എക്സ്പാൻഡ് ചെയ്യാം. പൈ മീൻസ് പ്രോഡക്റ്റ് എന്നാണ്. സോ ആറിന് 1 മുതൽ 50 വരെ കൊടുക്കുക, എന്നിട്ട് ഓരോ മെട്രിക്സുകളും പ്രോഡക്റ്റ് എടുക്കുക. സോ പൈ r is equal to 1 to 50, 1, 2r minus 1, 0, 1 is equal to ആറിന് 1 കൊടുക്കുമ്പോഴത്തേക്കും ദിസ് വിൽ ബി 1, 1, 0, 1 ഇൻറ്റു 2 കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി 1, 3, 0, 1, 3 കൊടുക്കുമ്പോൾ 1, 5, 0, 1. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇൻറ്റു ലാസ്റ്റ് 1 വിൽ ബി ആറിന് 50 കൊടുക്കുമ്പോഴത്തേക്കും 1, 99, 0, 1. ഇതുപോലത്തെ മെട്രിക്സുകൾ നമ്മൾ ഇനി ഇതിന് മുമ്പ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അലോങ് വിത്ത് അടുത്ത 3rd മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് അതങ്ങനെ എഴുതുക. ഞാൻ ആദ്യത്തെ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ചെയ്യുന്നത് ഈ 3 എൻട്രീസും അതുപോലെ വരത്തുള്ളൂ. ഈ എൻട്രി മാത്രം ഇവരുടെ സം ആയിരിക്കും വരുന്നത്, 1 + 3 ആയിരിക്കും വരുന്നത്.
ഇതിന് മുമ്പ് നമ്മളൊരു എക്സാമ്പിളിൽ ചെയ്തിട്ടുള്ളതാണ് ഈ മെട്രിക്സ്. സോ 199 0 1. എഗെയിൻ ഞാൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 എൻട്രീസും ഒരുപോലെ ഇരിക്കത്തുള്ളൂ. ഇതുമായിട്ട് ആഡപ്പ് ആകും. സോ 1 + 3 + 5 പ്ലസ് എക്സെട്ര 199 0 1. അപ്പോൾ ഫൈനലി ഞാൻ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 1. ഹിയർ ഇറ്റ് വിൽ ബി 1 + 3 + 5 plus etc. plus 99 0 1. So that is equal to, ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. 1 + 3 + 5 plus etc. 99. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ്. ഒന്നെങ്കിൽ ഇത് ഓർത്ത് വെച്ചിരിക്കുക, സം ഓഫ് ഓഡ് നമ്പേഴ്സ് is equal to number of terms squared. Always sum of odd numbers from 1. 1 മുതൽ ഓഡ് നമ്പേഴ്സിന് സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സം ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 50 ആണ്. 50 ടേംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അരിത്തമെറ്റിക് AP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 3 5 7 etc. 99. ഇവിടെ ഈവൺ നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് 1 മുതൽ 100 വരെയുള്ള ഓഡ് നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. 1 മുതൽ 100 വരെ ആകുമ്പോൾ 50 പേര് ഓഡും ആയിരിക്കും, 50 പേര് ഈവണും ആയിരിക്കും. സോ ദേ ആർ 50 in number. സോ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 is always equal to number of terms squared. ഇവിടെ number of terms 50 ആണ്. സോ this will be equal to 50 square 2500. ഇതിങ്ങനെ എളുപ്പത്തിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ AP യൂസ് ചെയ്തിട്ട് ഇത് സം ഓഫ് n ടേംസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2500. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് 1 2500 0 1. ഓപ്ഷൻ C ഈസ് കറക്റ്റ്. Problem number 9. A1, A3, A5, etc. A2n minus 1 are n skew symmetric matrix of same order, and B is equal to sigma r equal to 1 to n 2r minus 1 a 2r minus 1 raised to 2r minus 1 will be what matrix? Symmetric ആണോ, skew symmetric ആണോ, orthogonal ആണോ, none of these. ആദ്യമേ നമുക്ക് B യെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ B is equal to r ഞാൻ 1 കൊടുക്കുമ്പോഴത്തേക്കും ഇത് 1 ആയിട്ട് മാറും. സോ 1 a1 raised to 1 പ്ലസ് ആറിന് ഞാൻ 2 കൊടുക്കുമ്പോഴത്തേക്കും ഇത് 3 ആയിട്ട് മാറും. സോ 3 a3 ക്യൂബ് പ്ലസ് 5 a5 raised to 5 പ്ലസ് എക്സെട്ര പ്ലസ് ഫൈനലി n കൊടുക്കുമ്പോൾ 2n minus 1 a2n minus 1 raised to 2n minus 1. ഓക്കെ, അത് നമുക്ക് പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ A1 A3 എക്സെട്ര ഇവരെല്ലാവരും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നമുക്കറിയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ സം അഗെയിൻ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് പവർ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? എ സ്ക്യൂ സിമെട്രിക് ആണ് എങ്കിൽ എയുടെ പവേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? എ ഈസ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എയുടെ പവേഴ്സിനെ കുറിച്ച് എന്ത് പറയാം? വാട്ട് ക്യാൻ യു സേ അബൌട്ട് എ സ്ക്വാഡ്? നമുക്ക് എ സ്ക്വാഡിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. എ സ്ക്യൂ സിമെട്രിക് ആണ്. എ സ്ക്വാഡിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ട്രാൻസ്പോസും പവേഴ്സും ഇൻ്റർചേഞ്ചബിൾ ആണ്. സോ എ ട്രാൻസ്പോസ് ദ ഹോൾ സ്ക്വാഡ്. എ സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് മൈനസ് എ വരും. അപ്പോൾ മൈനസ് എ ദ ഹോൾ സ്ക്വാഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് പോവും, എ സ്ക്വയർ തന്നെ വരും. അപ്പോൾ എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ സ്ക്വയറുടെ ട്രാൻസ്പോസ് എ സ്ക്വയർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എ സ്ക്വയർ ഒരു സിമെട്രിക് മെട്രിക്സ് ആയെന്നാണ് അതിനർത്ഥം. അപ്പോൾ എ സ്ക്വയർ സിമെട്രിക് ആണ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്വയർ സിമെട്രിക്കാണ്. വാട്ട് അബൌട്ട് ക്യൂബ്? ഞാനിവിടെ ക്യൂബാണ് എടുത്തിരുന്നതെങ്കിൽ ഇവിടെ എ ക്യൂബ് വന്നേനെ. അപ്പോൾ എ ട്രാൻസ്പോസ് ഹോൾ ക്യൂബ്. എ ട്രാൻസ്പോസ് ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ ഇത് മൈനസ് എ ക്യൂബ് എന്നാകും, ഈ നെഗറ്റീവ് പോകത്തില്ല. അപ്പോൾ അത് വീണ്ടും സ്ക്യൂ സിമെട്രിക് ആകും. അപ്പോൾ എ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്യൂ സിമെട്രിക് ആകും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. എ സ്ക്യൂ സിമെട്രിക് ആണ് എങ്കിൽ എയുടെ പവർ, എയുടെ എന്ത് പവറാണെന്ന് നോക്കുക. ഓഡ് പവറാണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആകും. ഈവൺ പവറാണ് എങ്കിൽ സിമെട്രിക് ആകും. അതേസമയം സിമെട്രിക് മെട്രിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എയുടെ എല്ലാ പവേഴ്സും സിമെട്രിക് തന്നെയാണ്. എ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ എയുടെ ഓഡ് പവേഴ്സ് സ്ക്യൂ സിമെട്രിക്കും എയുടെ ഈവൺ പവേഴ്സ്
സിമെട്രിക്കുമായിരിക്കും. ഇവിടെ A1 A3 എക്സെട്ര A2n-1 ഇവരെല്ലാവരും സ്ക്യൂയി സിമെട്രിക് മെട്രിക്സുകളാണ്. ഇവിടെ എടുത്തിരിക്കുന്നതെല്ലാം അവരുടെ ഓഡ് പവേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 3 5 ഓഡ് പവേഴ്സ് എടുക്കുന്നതുകൊണ്ട് ഈ മെട്രിക്സ് എല്ലാം സ്ക്യൂയി സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി സ്ക്യൂയി സിമെട്രിക് മെട്രിക്സിനെ നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് വീണ്ടും സ്ക്യൂയി സിമെട്രിക് തന്നെ ആയിരിക്കും. അത് സ്ക്യൂയി സിമെട്രിക്കിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളതാണ്. അതുകൊണ്ട് ദിസ് ഇസ് സ്ക്യൂയി സിമെട്രിക്. 3a cube is a3 cube is skew symmetric. 5a5 raised to 5 is also skew symmetric, etc. This is also skew symmetric. അപ്പോൾ ഇതെല്ലാം skew symmetric മെട്രിക്സുകളാണ്. And sum of skew symmetric matrix is always skew symmetric. So we can conclude that the matrix B is a skew symmetric matrix. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടീസ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എ സിമെട്രിക് ആണ് എങ്കിൽ അതിൻ്റെ സമ്മും ഡിഫറൻസും എല്ലാം സിമെട്രിക് ആയിരിക്കും. എ സ്ക്യൂ സിമെട്രിക് ആണ് എങ്കിൽ അതിൻ്റെ സമ്മും ഡിഫറൻസും എല്ലാം സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. പക്ഷേ പ്രോഡക്റ്റ് സിമെട്രിക് ആകണമെന്നില്ല. ഇപ്പോൾ എയും സിമെട്രിക് ആണ് ബിയും സിമെട്രിക് ആണ് എങ്കിൽ പ്രോഡക്റ്റ് സിമെട്രിക് ആകണമെന്നില്ല. പ്രോഡക്റ്റ് സിമെട്രിക് ആകണമെങ്കിൽ എ ബി കമ്മ്യൂട്ട് ചെയ്യണം. എ ബിയും ബി എയും ഈക്വൽ ആണ് എങ്കിൽ പ്രോഡക്റ്റും സിമെട്രിക് ആണ്. അതർവൈസ് എ ബി സിമെട്രിക് ആകണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈ കാര്യം ഓർത്ത് വെച്ചിരിക്കുക, സിമെട്രിക് മെട്രിക്സുകളുടെ എല്ലാ പവേഴ്സും സിമെട്രിക് തന്നെയാണ്. പക്ഷേ സ്ക്യൂയി സിമെട്രിക് മെട്രിക്സുകളുടെ പവേഴ്സ് എടുക്കുമ്പോൾ ഈവൺ പവേഴ്സുകളെല്ലാം സിമെട്രിക്കും ആകും, ഓഡ് പവേഴ്സുകളെല്ലാം സ്ക്യൂയി സിമെട്രിക്കും ആകും. Problem number 10. Elements of a matrix A are of order 10 by 10 defined as Aij is equal to omega raised to I plus j, where omega is the cube root of unity. Then the trace of the matrix is. Okay, ഒരു 10 by 10 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗണലിൽ വരുന്ന എൻട്രീസ് എന്താണെന്ന് നമുക്കറിയാം. A11 A22 എക്സെട്ര A10 ആയിരിക്കും ഡയഗണലിൽ വരുന്ന മെട്രിക്സ്. അതിനു മുമ്പ് ഒമേഗ ഇസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയെ റിലേറ്റ് ചെയ്തിട്ട് രണ്ട് പ്രോപ്പർട്ടീസാണ് മെയിൻലി ഉള്ളത്. ഒന്ന്, ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, കാരണം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് അവരുടെ ക്യൂബ് 1ന് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി 1 ഒമേഗ സ്ക്വയർഡ് ആണ് 3 ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത്. അവരുടെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 + ഒമേഗ സ്ക്വയർ 0 ആയിരിക്കും, ഒമേഗ ക്യൂബ് 1 ആയിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് ട്രേസ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാം. ട്രേസ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു A11 + A22 + A33 എക്സെട്ര A10. A11 എന്ന് പറയുന്നത് ഒമേഗ റൈസ് ടു I plus j ആണ് എൻട്രീസ്. സോ Aij ഈസ് ഒമേഗ റൈസ് ടു I plus j. അപ്പോൾ A11 എന്ന് പറയുന്നത് ഒമേഗ റൈസ് ടു 1 + 1 ഒമേഗ സ്ക്വയർ വരും. അടുത്തത് ഒമേഗ റൈസ് ടു 4 വരും. അടുത്ത ഒമേഗ റൈസ് ടു 6 വരും എക്സെട്ര. A10 വിൽ ബി ഒമേഗ റൈസ് ടു 20. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഒമേഗ സ്ക്വയർഡ് ഒമേഗ റൈസ് ടു 4 6 8 10 12 14 16 18 20 എല്ലാ പവേഴ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒമേഗ സ്ക്വയർഡ് പ്ലസ് ഒമേഗ റൈസ് ടു 4. ഒമേഗ റൈസ് ടു 4 എന്ന് പറയുന്നത് ഒമേഗ റൈസ് ടു 4 ഇസ് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ. ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് അത് ഒമേഗ ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ബിക്കംസ് ഒമേഗ. ഒമേഗ റൈസ് ടു 6 എന്ത് സംഭവിക്കും? ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് ഒമേഗ റൈസ് ടു 6 എന്ന് പറയുന്നത് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബാണ്, അതുകൊണ്ട് അതും 1 ആയിട്ട് മാറും. ഒമേഗ റൈസ് ടു 8ൻ്റെ അവസ്ഥയോ ഒമേഗ റൈസ് ടു 6 1 ആയതുകൊണ്ട് റിമൈനിങ് വിൽ ബി എ ഒമേഗ സ്ക്വയർഡ്. ഇനി ഒമേഗ റൈസ് ടു 10ൻ്റെ അവസ്ഥ ഒമേഗ റൈസ് ടു 9 1 ആയി പോകും. ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് ഒമേഗ റൈസ് ടു 9 1 ആയി പോകും, ബാക്കി ഒരു ഒമേഗ വരും. ഒമേഗ റൈസ് ടു 12 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് ഒമേഗ റൈസ് ടു 12 1 ആയി പോകും. ഒമേഗ റൈസ് ടു 14 ഒമേഗ റൈസ് ടു 12 1 ആയതുകൊണ്ട് ഒമേഗ റൈസ് ടു 14 എന്ന് പറയുന്നത് ബാക്കി ഒമേഗ സ്ക്വയർ കാണും. ഒമേഗ റൈസ് ടു 16 എടുക്കുമ്പോൾ ഒമേഗ റൈസ് ടു 15 1 ആയി പോകും, റിമൈനിങ് വിൽ ബി എ ഒമേഗ. ഒമേഗ റൈസ് ടു 18 ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് ഒമേഗ റൈസ് ടു 18 1 ആണ്. ഫൈനലി ഒമേഗ റൈസ് ടു 20 ഒമേഗ റൈസ് ടു 18 1 ആയതുകൊണ്ട് റിമൈനിങ് വിൽ ബി എ ഒമേഗ സ്ക്വയർഡ്. ഇനി 1 + ഒമേഗ സ്ക്വയർഡ് 0 ആയതുകൊണ്ട് ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും, ആൻഡ് റിമൈനിങ് ഇസ് omega squared. So answer is omega squared. So correct option is option C.